ഒരു പ്രണയം ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നത്? കല്യാണം ഉണ്ടോയെന്നാണ് അതെ. ഉദ്ദേശിക്കുന്നത്. കല്യാണത്തിനോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ യാഥാസ്ഥിതികയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. കല്യാണത്തെക്കുറിച്ച്, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടന്മാരാരും എന്നെ അംഗീകരിച്ചിട്ടില്ല എന്ന്. അപ്പം ആ ഒരു വ്യക്തിനെ മാത്രം എന്നോട് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഫാമിലി ഉണ്ടാവും. അപ്പോൾ ആ ഫാമിലിനോട് ഞാൻ അംഗീകരിക്കാൻ പറയണം. കൂട്ടുകുടുംബങ്ങളുണ്ടാവും, അവനോട് അംഗീകരിക്കാൻ പറയണം. അതൊന്നും എന്താണ് ഞാൻ എന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. കല്യാണത്തെക്കുറിച്ചൊന്നും കല്യാണം എനിക്ക് താല്പര്യമില്ല, പക്ഷെ ആഗ്രഹമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളതല്ല, അത് യാഥാസ്ഥിതികം മനസ്സിലാക്കി ജീവിക്കുന്നു. ഇത്ര സമയത്ത് ഇന്ന കല്യാണം കെട്ടണം ആക്കണമെന്നില്ല. നമ്മളെന്താണ് പോകുന്ന സമയത്ത് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുക. ഇനിയിപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സിനിമ എക്കാലത്തെയും ഒരു സിനിമയാണിത്. ഒരു ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സിനിമയായി മാറാം. തീർച്ചയായിട്ടും ചെയ്ത റോളുകളും അതാണ്. അത് ഹെവി റോളാണ്. അപ്പം അങ്ങനെ ഒരു ജീവിച്ചിരുന്നു എന്നുള്ള എന്ന് വെച്ചാൽ ഞാൻ സെക്സ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കില്ല എന്നോ എനിക്ക് പ്രണയം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രണയിക്കുന്ന ആൾക്കാരോട് ഒരു ജെന്യൂനായിട്ട് ഞാൻ നിന്ന് പ്രണയിക്കുക തന്നെ ചെയ്യും. കുറെ തേപ്പുകളല്ലേ ഈ കാലഘട്ടം സംഭവിക്കുന്നേ. എന്ത് തേപ്പ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഇതിനൊക്കെ സില്ലി ആയിട്ട് കാണാനേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല, ഒരു പ്രണയം ഇല്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനൊന്നും താല്പര്യം എന്നെ കൊണ്ട് അത് പറ്റില്ല. കാരണം അതിനപ്പുറം ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സ്നേഹിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്നേഹിക്കാം. കാരണം ഒരു സ്നേഹം കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ കെയറിങ് ഒക്കെ കിട്ടാത്ത കെയറിങ് നമുക്ക് കിട്ടുമ്പം അനുഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കല്യാണം എന്ന് പറയുന്ന സാധനത്തിനോട് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ അത് അവരോട് പറയില്ല.